ഇൻട്രൊഡക്ഷൻ ടു ക്ലാസ്. നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ഓബ്ജക്റ്റ് ഇൻ ജാവ. അപ്പോൾ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ എൻറ്റിറ്റി ദാറ്റ് ഹാസ് ബോത്ത് സ്റ്റേറ്റ് ആൻഡ് ബിഹേവിയർ. ഫോർ എക്സാമ്പിൾ സ്റ്റുഡൻറ്റ് ഒരു എൻറ്റിറ്റിയാണ്, ഒരു ഓബ്ജക്റ്റിന് എക്സാമ്പിളാണ്. Car is an example for an object and it has three characteristics like state, behavior and identity. State എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റിൻ്റെ ഡാറ്റ അല്ലെങ്കിൽ അതിനകത്തുള്ള വാല്യൂവിനെയാണ് നമ്മൾ അതിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ബിഹേവിയർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഫങ്ഷനാലിറ്റി. ഫോർ എക്സാമ്പിൾ ഒരു ബാങ്കിങ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ വിത്ഡ്രോ, ഡെപ്പോസിറ്റ് എന്നൊക്കെ ആയിരിക്കും ഫങ്ഷനാലിറ്റീസ് വരുന്നുണ്ടാവുക. ആൻഡ് ദർ ഇസ് ആൻ ഐഡൻറ്റിറ്റി. ഐഡൻറ്റിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഇംപ്ലിമെൻറ്റഡ് യൂസിങ് എ യുണീക്ക് ID. അത് ഇറ്റ് വോണ്ട് ബി വിസിബിൾ ഫോർ ദ യൂസർ, പക്ഷേ ഇറ്റ് വിൽ ബി ഹാൻഡിൽഡ് ബൈ ദി JVM, ജാവ വെർച്വൽ മെഷീൻ ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ക്ലാസ്. ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഓബ്ജക്റ്റ്. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും, ഇറ്റ് ഈസ് എ ടെംപ്ലേറ്റ് അല്ലെങ്കിൽ ബ്ലൂ പ്രിൻ്റ് ആണ് ക്ലാസ് എന്ന് പറയുമ്പോൾ. ഇറ്റ് ഇൻക്ലൂഡ്സ് ഈ വേരിയബിൾസ്, മെത്തേഡ്സ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ബ്ലൂ പ്രിൻ്റ് അല്ലെങ്കിൽ ഒരു ടെംപ്ലേറ്റ് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണ്. ആൻഡ് ഇറ്റ് ക്യാൻ ബി റീയൂസ്ഡ് ബൈ ക്രിയേറ്റിംഗ് ഓബ്ജക്റ്റ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ക്ലാസ്. ഓക്കെ, പിന്നെ ഒരു ക്ലാസ്സിനകത്ത് എന്തൊക്കെ വരാം? ഇൻസ്റ്റൻസ് വേരിയബിൾസ് വരാം, മെത്തേഡ്സ് വരാം, കൺസ്ട്രക്ടേഴ്സ് ഉണ്ട്, ബ്ലോക്സ്, നെസ്റ്റഡ് ക്ലാസ് ആൻഡ് ഇൻ്റർഫേസ്. ഇത്രയും കാര്യങ്ങൾ ഒരു ക്ലാസ്സിനകത്ത് വരാം. ഇതൊക്കെ ഓരോന്നായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. See, this is the general form of a class. ക്ലാസ് നെയിം. ക്ലാസ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ക്ലാസ്സിനെ ഡിക്ലെയർ ചെയ്യുന്നത്. ക്ലാസ് നെയിം എന്ന് പറയുമ്പോൾ ആ പർട്ടിക്കുലർ ക്ലാസ്സിൻ്റെ പേര് നമ്മൾ വേരിയബിൾ നെയിം ചെയ്യുന്ന പോലെ ക്ലാസ് നെയിം സ്പെസിഫൈ ചെയ്തു. അടുത്തത് കർലി ബ്രേസസ് ഓപ്പൺ ചെയ്തിട്ട് ടൈപ്പ് ഇൻസ്റ്റൻസ് വേരിയബിൾ 1, ടൈപ്പ് ഇൻസ്റ്റൻസ് വേരിയബിൾ 2, എക്സെട്ര അപ് ടു ടൈപ്പ് ഇൻസ്റ്റൻസ് വേരിയബിൾ n. ഇവിടെ ടൈപ്പ് എന്ന് പറയുന്നത് ആ വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പാണ്. ഇൻറ്റ്, ക്യാർ, ഡബിൾ അങ്ങനെ എന്ത് ടൈപ്പ് വേണേലും ആവാം. ഇൻസ്റ്റൻസ് വേരിയബിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ ഒരു വേരിയബിൾ എങ്ങനെയാണോ ഡിക്ലെയർ ചെയ്യണത് അതുപോലെ തന്നെ വേരിയബിളിന് പേര് കൊടുക്കുക. അങ്ങനെ എത്ര വേരിയബിൾസ് വേണേലും നമുക്ക് ക്ലാസ്സിനകത്ത് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഈസ് ദി മെത്തേഡ്. മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഫങ്ഷൻ. നമ്മളങ്ങനെ ഫങ്ഷൻ ഡിക്ലെയർ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ചെയ്യുക. ടൈപ്പ് സ്പെസിഫൈ ചെയ്യുക, മെത്തേഡിനുള്ളൊരു പേര് സ്പെസിഫൈ ചെയ്യുക, അതുപോലെ പാരാമീറ്റർ. മെത്തേഡിനകത്ത് എന്തെങ്കിലും പാരാമീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ പാരാമീറ്റർ ലിസ്റ്റും സ്പെസിഫൈ ചെയ്യണം. എന്നിട്ട് അങ്ങനെ എത്ര മെത്തേഡ്സ് വേണമെങ്കിലും നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും ഒരു ക്ലാസ്സിനകത്ത്. ഇനി ഇതിൽ ഇൻസ്റ്റൻസ് വേരിയബിൾ എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. ഇൻസ്റ്റൻസ് വേരിയബിൾ ഇൻ ജാവ, a variable which is created inside the class but outside the method is known as the instance variable. അപ്പോൾ ക്ലാസ്സിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യുന്ന വേരിയബിൾസ് പക്ഷേ ക്ലാസ്സിൻ്റെ അകത്തുള്ള മെത്തേഡ്സിൻ്റെ പുറത്തും ആയിരിക്കണം. അങ്ങനെയുള്ള വേരിയബിൾസിനെയാണ് നമ്മൾ ഇൻസ്റ്റൻസ് വേരിയബിൾസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ലൈക്ക് ഇങ്ങനെ ഈ മെത്തേഡ്സിൻ്റെ അകത്ത് ഇപ്പോൾ ഇവിടെ നമ്മൾ മെത്തേഡ്സ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടല്ലോ, ഇതിനകത്ത് വരുന്ന വേരിയബിൾസ് അല്ല, ക്ലാസ്സിൻ്റെ അകത്തും ആയിരിക്കണം. ഈ മെത്തേഡ്സിൻ്റെ ഒക്കെ പുറത്തും ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇൻസ്റ്റൻസ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻസ്റ്റൻസ് വേരിയബിൾസ് ഡസൻ ഗെറ്റ് മെമ്മറി അറ്റ് കമ്പൈൽ ടൈം. ഈ വേരിയബിൾസിന് കമ്പൈൽ ടൈമിലല്ല മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് എപ്പോഴാണ് മെമ്മറി അലോക്കേഷൻ നടക്കുന്നത്? ഇറ്റ് ഈസ് ഡ്യൂറിങ് ദ റൺ ടൈം വെൻ ദി ഓബ്ജക്റ്റ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ക്ലാസ് ഇസ് ബീങ് ക്രിയേറ്റഡ്. ആ ഒരു ക്ലാസ്സിൻ്റെ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് റൺ ടൈമിലാണ് ഇൻസ്റ്റൻസ് വേരിയബിൾസിനും മെമ്മറി അലോക്കേഷൻ നടക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് ദി ഇൻസ്റ്റൻസ് വേരിയബിൾ. പിന്നെ നെക്സ്റ്റ് ഈസ് വി ഹാവ് മെത്തേഡ്സ്. മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ മെത്തേഡ് ഈസ് ലൈക്ക് ദാറ്റ് ഓഫ് എ ഫങ്ഷൻ. ഫങ്ഷൻ പോലെ തന്നെയാണ് നമ്മൾ ക്ലാസ്സിനകത്ത് മെത്തേഡ്സിനെ ഡിക്ലെയർ ചെയ്യുന്നത്. ആൻഡ് ദീസ് ഇൻസ്റ്റൻസ് വേരിയബിൾസ് ആൻഡ് മെത്തേഡ്സ് എല്ലാത്തിനെയും കൂടെ കളക്റ്റീവായിട്ടാണ് നമ്മൾ പറയുന്നത് മെമ്പേഴ്സ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ക്ലാസ്. ഇനി നെക്സ്റ്റ് ഈസ് ന്യൂ കീവേഡ് ഇൻ ജാവ. ഓക്കെ, ന്യൂ കീവേഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു അലോക്കേറ്റ് മെമ്മറി അറ്റ് റൺ ടൈം. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ഓബ്ജക്ട്സിന് റൺ ടൈമിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ ന്യൂ കീവേഡ് വെച്ചിട്ടാണ്. ആൻഡ് ഓബ്ജക്ട്സ് ഗെറ്റ് മെമ്മറി ഇൻ ഹീപ്പ് മെമ്മറി ഏരിയ. ഹീപ്പ് മെമ്മറി ഏരിയയിലാണ് ഓബ്ജക്റ്റിന് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ ഒരു ചെറിയൊരു സിമ്പിൾ ക്ലാസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ക്ലാസ് ഡാറ്റ ടൈപ്പ്
കീവേഡ് യൂസ് ചെയ്ത് ക്ലാസ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബോക്സ് എന്ന് പറയുന്ന ക്ലാസ്സിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് 3 ഇൻസ്റ്റൻസ് വേരിയബിൾസ് ഉണ്ട് അല്ലേ. ഡബിൾ വിഡ്ത്ത്, ഡബിൾ ഹൈറ്റ്, ഡബിൾ ഡെപ്ത് എന്ന് പറഞ്ഞ് 3 ഇൻസ്റ്റൻസ് വേരിയബിൾസിനെയും നമ്മളവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. പക്ഷേ ഇങ്ങനെ ഇവിടെ നോക്കുക, ക്ലാസ് ഡിക്ലറേഷൻ മാത്രമാണ് നടന്നിരിക്കുന്നത്. ഇവിടെ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല അല്ലേ. ഒബ്ജക്റ്റ് ക്രിയേഷന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ന്യൂ എന്ന് പറയുന്ന കീവേഡ് നമ്മൾ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ, മെമ്മറി അലോക്കേറ്റ് ചെയ്യാനായിട്ട്. സോ ആ പെർട്ടിക്കുലർ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, കണ്ടോ. അതെ, ബോക്സ് മൈ ബോക്സ് ഇസ് ഈക്വൽ ടു ന്യൂ ബോക്സ് ഓഫ്. ബോക്സ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റാണ് മൈ ബോക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബീൻ അലോക്കേറ്റഡ് വിത്ത് മെമ്മറി യൂസിങ് ദി ന്യൂ കീവേഡ്. ഓക്കെ. ഇനി ഈ മൈ ബോക്സ് എന്ന് പറയുന്നതാണ് ഇപ്പോൾ ബോക്സിൻ്റെ ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റ് ഓരോ തവണ നമ്മൾ ഒരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും ആ ഒബ്ജക്റ്റിനകത്ത് ആ പർട്ടിക്കുലർ ക്ലാസ്സിൻ്റെ ഇൻസ്റ്റൻസ് വേരിയബിളിൻ്റെ കോപ്പി ആയിരിക്കും പോയി സ്റ്റോർ ആവുന്നത്. അപ്പോൾ ഓരോ ഒബ്ജക്റ്റിനകത്തും ആ പർട്ടിക്കുലർ ക്ലാസ്സിൻ്റെ ഇൻസ്റ്റൻസ് വേരിയബിളിൻ്റെ ഒരു കോപ്പി ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഈ ഇൻസ്റ്റൻസ് വേരിയബിളിനെ ഇവിടുത്തെ ഇപ്പോൾ ക്ലാസ് ബോക്സിൻ്റെ ഇൻസ്റ്റൻസ് വേരിയബിൾസ് ഏതൊക്കെയാണ്? വിഡ്ത്ത്, ഹൈറ്റ്, ഡെപ്ത്ത്. അപ്പോൾ അതിന് ഒബ്ജക്റ്റ് വെച്ചിട്ട് ഇതിനെ ആക്സസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വി മേക്ക് യൂസ് ഓഫ് ദി ഡോട്ട് ഓപ്പറേറ്റർ. സി മൈ ബോക്സ് ഡോട്ട് വിഡ്ത്ത്. ബോക്സ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റാണ് മൈ ബോക്സ് ഡോട്ട് ഇൻസ്റ്റൻസ് വേരിയബിൾ, മൈ ബോക്സ് ഡോട്ട് വിഡ്ത്ത്, മൈ ബോക്സ് ഡോട്ട് ഹൈറ്റ്, മൈ ബോക്സ് ഡോട്ട് ഡെപ്ത്ത്. ഇങ്ങനെയായിരിക്കും നമ്മൾ ഒബ്ജക്റ്റ് വെച്ചിട്ട് ആ പർട്ടിക്കുലർ ഇൻസ്റ്റൻസ് വേരിയബിളിനെ ആക്സസ് ചെയ്യുന്നത്, ലിങ്ക് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഈസ് ഒരു പ്രോഗ്രാം, ചെറിയൊരു പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഡിക്ലെയർ ചെയ്ത സെയിം ക്ലാസ് ആണ്. ക്ലാസ് ബോക്സ് ഡബിൾ വിഡ്ത്ത്, ഡബിൾ ഹൈറ്റ്, ഡബിൾ ഡെപ്ത്ത്. പിന്നെ വേറൊരു ക്ലാസ് ഡിക്ലെയർ ചെയ്തു, ക്ലാസ് ബോക്സ് ഡെമോ. അതിനകത്ത് മെയിൻ ഫങ്ഷൻ എഴുതിയിട്ടുണ്ട്. ആ മെയിൻ ഫങ്ഷനകത്താണ് നമ്മൾ ക്ലാസ് ബോക്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ബോക്സ് മൈ ബോക്സ് ഇസ് ഈക്വൽ ടു ന്യൂ ബോക്സ് ഓഫ്. സോ മൈ ബോക്സ് ആണ് ഈ ക്ലാസ് ബോക്സിൻ്റെ ഒബ്ജക്റ്റ്. എന്നിട്ടൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ഡബിൾ വോള്യൂം. എന്നിട്ട് ഇവിടെ ഇൻസ്റ്റൻസ് വേരിയബിൾസിനെ ആക്സസ് ചെയ്യാണ്. മൈ ബോക്സ് ഡോട്ട് വിഡ്ത്ത് ഇസ് ഈക്വൽ ടു 10. സോ ഇവിടുത്തെ വിഡ്ത്തിന് 10 എന്നുള്ള വാല്യൂ അസൈൻ ചെയ്തു, ഹൈറ്റിന് 20 അസൈൻ ചെയ്തു, ഡെപ്ത്തിന് 15 എന്നുള്ളത് അസൈൻ ചെയ്തു. ബോക്സ് എന്ന് പറയുമ്പോൾ ആ ഒരു ബോക്സിൻ്റെ വോള്യൂം കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാമാണ് കേട്ടോ. ക്യൂബോയിഡിൻ്റെ L/B/H എന്നുള്ള പ്രോഗ്രാമാണിത്. അപ്പോൾ വോള്യൂം ഇസ് ഈക്വൽ ടു മൈ ബോക്സ് ഡോട്ട് വിഡ്ത്ത് ഇൻറ്റു മൈ ബോക്സ് ഡോട്ട് ഹൈറ്റ് ഇൻറ്റു മൈ ബോക്സ് ഡോട്ട് ഡെപ്ത്ത്. എന്നിട്ട് ആ വാല്യൂനെ എങ്ങോട്ടേക്ക് അസൈൻ ചെയ്തു? വാൾ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്തു. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ്എൽഎൻ വാൾ എന്ന് പറയുന്ന വേരിയബിളിലെ വാല്യൂ എന്താണോ അത് പ്രിൻറ്റ് ചെയ്തു. ഓക്കെ. ഇവിടെ ഔട്ട്പുട്ട് എന്തായിരിക്കും വരുന്നുണ്ടാവുക? 3000 എന്നായിരിക്കും ഔട്ട്പുട്ടിൽ വരുന്നുണ്ടാവുക. ഇവിടെ നമ്മൾ ഈ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ഏതാണ്? ബോക്സ് ഡെമോ എന്ന് പറയുന്ന ക്ലാസ്സാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോക്സ് ഡെമോ എന്ന് പറയുന്ന ക്ലാസ്സിലാണ് മെയിൻ ഫങ്ഷൻ ഉള്ളത്. ഓക്കെ. ഇനി നെക്സ്റ്റ്, ദിസ് പ്രോഗ്രാം ഡിക്ലെയർസ് 2 ഒബ്ജക്ട്സ്. നമ്മളിവിടെ നേരത്തെ കണ്ടത് ഒരു ഒബ്ജക്റ്റാണ് അല്ലേ, ഒരു ഒബ്ജക്റ്റ് ഡിക്ലറേഷൻ അല്ലേ കണ്ടത്. മൈ ബോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ഒബ്ജക്റ്റാണ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ബോക്സ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ. നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് 2 ഒബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു സെയിം ക്ലാസ്സിൻ്റെ 2 ഒബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്തിട്ട് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് നോക്കാം. ക്ലാസ് ബോക്സ്, അതിന് ഇൻസ്റ്റൻസ് വേരിയബിൾസ് വിഡ്ത്ത്, ഹൈറ്റ്, ഡെപ്ത്ത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. അടുത്തത് ക്ലാസ് ബോക്സ് ഡെമോ 2, അതിനകത്ത് മെയിൻ ഫങ്ഷൻ എഴുതി. ഇവിടെ നോക്കൂ, 2 ഒബ്ജക്ട്സിനെ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് മൈ ബോക്സ് 1 ആൻഡ് ദി അതർ വൺ ഇസ് മൈ ബോക്സ് 2. എന്നിട്ട് മൈ ബോക്സ് 1 ഡോട്ട് വിഡ്ത്ത് ഇസ് ഈക്വൽ ടു 10, my box 1 dot height is equal to 20, my box 1 dot depth is equal to 15. അപ്പോൾ മൈ ബോക്സ് 1 എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ അകത്ത് എന്താണ്? ബോക്സ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഇൻസ്റ്റൻസ് വേരിയബിളിൻ്റെ കോപ്പീസ് ഉണ്ടാവും അല്ലേ, അതിനകത്തേക്കാണ് നമ്മളിപ്പോൾ വാല്യൂസ് അസൈൻ ചെയ്തത്. ഇനി മൈ ബോക്സ് 2 എന്ന് പറയുമ്പോൾ അതിനൊരു ഡിഫറെൻറ്റ് കോപ്പി ഉണ്ടാവും ഓഫ് ദി ഇൻസ്റ്റൻസ് വേരിയബിൾ. ഓക്കെ.
അല്ല, ഡിഫറെൻറ്റ് കോപ്പി ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് വാല്യൂസ് അസൈൻ ചെയ്യുന്ന എന്താ 3, 6 ആൻഡ് 9 ആണ് വിഡ്ത്ത്, ഹൈറ്റ്, ഡെപ്തിലോട്ട് വാല്യൂസ് കൊടുത്തിരിക്കുന്നത്. ഇനി wall is equal to mybox 1 dot width, mybox 1 dot height and mybox 1 dot depth. അപ്പോൾ ഇവിടെ എടുക്കുന്ന എന്താണ്, ഫസ്റ്റ് ഒബ്ജക്റ്റിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഹൈറ്റും വിഡ്ത്തും ഡെപ്തിൻ്റെയും വാല്യൂസ് ആയിരിക്കും ഇവിടെ എടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ വോള്യൂം കണ്ടുപിടിക്കും. നെക്സ്റ്റ് ഇസ് mybox 2. അപ്പോൾ ഇവിടെ എന്താ, സെക്കൻഡ് ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ആ ഇൻസ്റ്റൻസ് വേരിയബിളിനെ ആക്സസ് ചെയ്യുന്നത്. അതുകൊണ്ട് സെക്കൻഡ് ടൈം അസൈൻ ചെയ്ത വാല്യൂസ് ആയിരിക്കും എടുക്കുക, 3, 6 ആൻഡ് 9. എന്നിട്ട് അവിടെ വോള്യൂം കാൽക്കുലേറ്റ് ചെയ്യും. ഔട്ട്പുട്ട് എന്തൊക്കെ വരും, ഫസ്റ്റ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ്എൽഎനിൽ 3000 എന്നായിരിക്കും. അടുത്ത സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ്എൽഎൻ വോള്യൂം നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് 3 × 6 × 9 ചെയ്തിട്ട് ആ ആൻസർ ആയിരിക്കും ഔട്ട്പുട്ടിൽ വരുന്നുണ്ടാവുക.